നമ്മുടെ കൊട്ടേക്കാട് ടൂർണമെൻറ്റിൻ്റെ കമൻട്രി ഞാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കഴിയുന്ന എല്ലാവരും കളി കാണാൻ വരിക. ഏപ്രിൽ 22-ാം തീയതിയാണ്. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ എത്ര ഗോള് 8-7 ഗോൾ സ്കോറിങ്. ഇപ്പോഴും വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഗോളിയും അവിടുത്തെ ഗോളിയും. ആ ഗോളിപ്പോൾ മാറിയുള്ളൂ. കണ്ടോ ഏതാ ലെവൽ ഗോൾ ഷോട്ടുകളുമായി ആൽഫിൻ മുന്നേറുന്നു ഗായ്സ്. സീൻ കളിയുമായി അത് നോക്കണ്ട, ചെറിയ ചുമയുണ്ട്, അത് കുഴപ്പമില്ല. എല്ലാവർക്കും നല്ല വാശിയേറിയ പോരാട്ടമാണ്. വയർത്തൊലിച്ചുകൊണ്ടാണ് എല്ലാം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ബനിയൻ ഊരിക്കൊണ്ട് അയ്യോ അടിക്കല. നല്ല വാശിയേറിയ പോരാട്ടം. ആൽഫിനാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഞാനിനി ഇറങ്ങിയിട്ട് കുറച്ച് മായാജാലങ്ങൾ സൃഷ്ടിച്ചിട്ട് അടുത്ത ഷോട്ടിന് വരാം. ഓക്കെ, ഇപ്പോൾ 8-8 സ്കോറാണ്. ഇനി കുറച്ച് ലീഡ് ഉയർത്തിയിട്ട് ഞാൻ വരാം. ഓക്കെ, ജോയലിൻ്റെ മുന്നേറ്റം. ജോയൽ അടിക്കുമോ? ജോയലെ കമോൺ ജോയലിൻ്റെ മുന്നേറ്റത്തിനോട് വലുതാ. ജോയലിൻ്റെ സ്കില്ലുകൾ പതറൊന്നില്ല. ജോയലിൻ്റെ മുന്നേറ്റം. ഇതാ ജോയൽ എൻ്റെ ഞാൻ ബനിയനില്ല. ഭയങ്കര ചൂടാണ്. ഒരു രണ്ടങ്ങോട്ട് ഓടുമ്പോഴേക്കും വേർത്തൊലിക്കും. സോ എന്താ പറയുക, വ്ളോഗ് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ സ്കോർ ഡ്രോ ആണ്, 7-7 ഗോൾ. ഓക്കെ, അപ്പോൾ ബാക്കി ഇതാ ഈമോൻ്റെ ഫാൻസ് ഇതാ കളി കാണാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇതാ അവൻ്റെ ഷോട്ട് ഇതാ പുറത്തേക്ക് പോകുന്നു, എൻ്റെ മേത്തേക്ക് വരുന്നില്ല സുഹൃത്തുക്കളെ. ഇതാ ഈമോൻ്റെ ഫുൾ ഫാമിലി അടങ്ങുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈമോൻ്റെ കളി കാണുവാനായിട്ട്. ഈമോൻ ഡ്രസ്സില്ലാതെ നിൽക്കുന്നു. ഇത് അലക്കുമോ? ഇതാ പുറത്തേക്ക് പോകുന്ന സുഹൃത്തുക്കളെ. ഇത് ആൽജോൻ്റെ ഒരു ഓഫല്ല എന്നിട്ട് ഗൈസ് അവർ തിരിച്ചു വന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ 10-10, 11-10, 11-11, പിന്നെ 12-10 അങ്ങനെ സ്കോറായി. ഇപ്പോൾ അവർ 2 ഗോൾക്ക് ലീഡ് നിൽക്കായിരുന്നു. ഓക്കെ, നല്ല തീപ്പൊരി കളിയാണ് ഗൈസ്. തീപ്പൊരി കളി ഏതാ ലെവൽ കളിയെന്ന് മനസ്സിലാവണില്ല. സീൻ കളി. ഇതേ പോണൊരുത്താൻ ആൽഫിൻ്റെ നിർദ്ദേശത്തിൽ അവർ പതറുന്നില്ല. അവരിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗോളുകൾക്ക് പിന്നിട്ട് നിന്നിട്ടും പക്ഷേ തളരാതെ പിടിച്ചു നിൽക്കുന്ന ആൽഫിൻ്റെ ടീമിൻ്റെ കോൺഫിഡൻസ് നമുക്ക് വീണ്ടും ഗോൾ വല തുളച്ചു കയറ്റാൻ ആൽഫിൻ്റെ മുന്നേറ്റം. ആൽഫിൻ പിടിച്ചെടുക്കുന്നു. ആൽഫിൻ്റെ ഷോട്ട് ഇമ്മാനുവൽ ഗോൾ പോസ്റ്റിൽ നിന്ന് തകർക്കുന്നു. വീണ്ടും അലോയുടെ ഒരു കോർണർ ഷോട്ട് എടുക്കുവാനായി അലോയ് നിൽക്കുന്നു. അലോയുടെ ഷോട്ട് കയറുമോ ഇല്ലയോ? ആലോയുടെ വീണ്ടും കൗണ്ടർ കയറുന്നു. ആൽഫിൻ്റെ മുന്നേറ്റം. ആൽഫിൻ കയറ്റുമോ? മൈനസായി. എതിർ ടീം വീണ്ടും തിരിച്ച് പിടിച്ചെടുക്കുന്നു. അതും ഒരു കോർണറല്ല, ഔട്ടായി കലാശിക്കുന്നു. ഗോൾ ഇറക്കിക്കൊണ്ട് ഗോൾ നില 8-7. അവരുടെ ടീം 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. എൻ്റെ ടീം 1 ഗോളിന് പിന്നിട്ട് നിൽക്കുന്നു. ഞാൻ ഇറങ്ങാത്തത് കൊണ്ട് മാത്രമാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് വീണ്ടും ആൽഫിനിലേക്ക് കിട്ടുന്നു. വീണ്ടും 2 ആൽഫിൻ തമ്മിലുള്ള പോരാട്ടം. അത് വെറും ഒരു ഔട്ടായി മാത്രം കലാശിക്കുന്നു. കോർണർ എടുക്കാനായിട്ട് കോർണറല്ല, ത്രോ. ആൽഫിൻ്റെ ഷോട്ട് കറക്റ്റ് ബാർമേ തന്നെ അടിക്കുന്നു. ക്രോസ് ബാർ ചാലഞ്ച് ചെയ്യുമ്പോൾ ഒരെണ്ണം പോലും ബാർമ കൊള്ളാത്തൊരുത്തൻ കളിക്കുമ്പോൾ മാത്രം 10-20 ബാർ അടിക്കണമെങ്കിൽ അവൻ്റെ പേര് ആൽഫിൻ തന്നെ ആയിരിക്കണമെന്ന് നമുക്കൊരു വ്യത്യാസവുമില്ല. ജോയലിൻ്റെ ഷോട്ട് ചെറുതായി പതറിപ്പോകുന്നു. തിരിച്ച് വീണ്ടും ആൽഫിനിലേക്ക്. അത് ഔട്ടായി കലാശിക്കുന്നു. ആൽഫിൻ്റെ ഒത്തുകിരമായ മുന്നേറ്റം. ഗോൾ വലയെ തുളച്ചു കയറ്റുന്നു സുഹൃത്തുക്കളെ. അതിമനോഹരമായ ഷോട്ടിലൂടെ ആൽഫിൻ വീണ്ടും ലീഡ് ഉയർത്തുന്നു. ഗോൾ നില 14-11. 3 ഗോളുകൾക്കാണ് ആൽഫിൻ്റെ ടീം മുന്നോട്ട് നിൽക്കുന്നത്. എതിർവശത്ത് നിൽക്കുന്ന ആൽഫിൻ്റെ ടീം 3 ഗോളുകൾക്ക് പിന്നിലാണ്. ഞാനൊക്കെ പെടുന്നത് 3 ഗോളുകൾക്ക് പിന്നിലായ ടീമാണ്. ആൽഫിൻ്റെ മുന്നേറ്റം. രണ്ടാമത്തെ ആൽഫിൻ്റെ നീല ട്രൗസർ ഇട്ട ആൽഫിൻ്റെ അത്യുഗ്രമായ മുന്നേറ്റം. സിക്സർ കട്ടിനുള്ള ശ്രമം പാഴായി പോകുന്ന സുഹൃത്തുക്കളെ. പക്ഷേ ആൽജോൻ്റെ പ്രതികരണം വളരെ അഭിമാനകരമാണ്. നമ്മുടെ കളിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും നല്ല വൃത്തിയിൽ കിടന്നുറങ്ങുകയാണ്.
സഭ്യമായ ഭാഷ ഉപയോഗിക്കും സുഹൃത്തുക്കളെ. അവിടെ ഒരുത്തൻ പോസ്റ്റിൽ ഇവിടെ കാണികളൊക്കെ ഉണ്ട്. ഇമ്മാനുവലിൻ്റെ ഫോണാണെന്നാണ് ഉദ്ദേശിച്ചത്. ശരിക്കും അവൻ്റെ ഫോൺ തന്നെയാണ്, എൻ്റെ ഒന്നല്ല.